ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയിൽ ക്ഷമ നശിച്ച് ഇന്ത്യ. അയൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിരന്തരമായ ഈ ശത്രുത ഇനി വച്ചു പൊറുപ്പിക്കില്ലെന്ന് ന്യൂഡൽഹി ബംഗ്ലാദേശിലെ യുഎസ് സർക്കാരിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. വെറും വാക്കുകളല്ല, കടുത്ത ഭാഷയിലുള്ള ഇന്ത്യയുടെ ഈ മുന്നറിയിപ്പ് ബംഗ്ലാദേശ് ഭരണകൂടത്തെ നടുക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതല്ലെന്നും മറിച്ച് അതീവ ഗൗരവകരമായ യാഥാർത്ഥ്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മൈമൻസിംഗിൽ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസിനെ ക്രൂരമായ കൊലപ്പെടുത്തിയതിന് പിന്നാലെ അമൃത് മണ്ഡൽ എന്ന മറ്റൊരു ഹിന്ദുവിനെ കൂടി തല്ലിക്കൊന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാക്കിയത്. ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ബംഗ്ലാദേശ് സർക്കാർ പരാജയപ്പെടുകയാണെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വൈകരുതെന്നും ഇന്ത്യ കർശനമായി ആവശ്യപ്പെട്ടു. ഷെയ്ഖ് ഹസീന സർക്കാർ വീണതിന് പിന്നാലെ ബംഗ്ലാദേശിൽ വലിയ അരാജകത്വമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ഫെബ്രുവരി 12 നിശ്ചയിച്ചിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ അക്രമങ്ങളാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി കലാപകാരികൾക്ക് വഴിവിട്ട സ്വാതന്ത്ര്യം ലഭിക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഒരു അസ്ഥിരമായ സാഹചര്യം ഉണ്ടാകുന്നത് രാജ്യത്തിന്റെ സുരക്ഷയും ബാധിക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നേരിട്ട് ഇടപെടുന്നത്. ഇതോടൊപ്പം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാന്റെ മടങ്ങിവരവിനെയും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവുമുള്ളതായിരിക്കണം. ഏതെങ്കിലും പ്രത്യേക തീവ്രവാദ സ്വഭാവമുള്ള വിഭാഗങ്ങൾ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് മേഖലയുടെ സമാധാനത്തെ തകർക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നു. ബംഗ്ലാദേശിലെ ഓരോ ചലനങ്ങളും ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാണെന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ ഭാരതം നൽകുന്നത്. ഭാരതീയരുടെ സുരക്ഷയും അഭിമാനവും സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന വലിയ സന്ദേശമാണ് ഈ നിലപാടിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ എത്തിക്കുന്നത്. സ്വന്തം മണ്ണിൽ മാത്രമല്ല, അതിർത്തിക്കപ്പുറത്തും നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യ ഇടപെടുക തന്നെ ചെയ്യും. ബംഗ്ലാദേശ് സർക്കാർ ഈ മുന്നറിയിപ്പ് മുഖവിലേക്ക് എടുക്കുമെന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.